സ്റ്റീവ് ജോബ്സിന്റെ കുട്ടിക്കാലത്ത് ഒരു അവധി ദിവസം അദ്ദേഹം അച്ഛനോടൊപ്പം വീടിന്റെ മുറ്റത്ത് മരം കൊണ്ടൊരു വേലി, ഒരു ഫെൻസ് കെട്ടുകയായിരുന്നു. അച്ഛൻ പറഞ്ഞു, സ്റ്റീവ്, വേലിയുടെ മുൻഭാഗം പോലെ തന്നെ പിൻഭാഗവും നമ്മൾ നന്നായി മിനുസപ്പെടുത്തണം, പെയിന്റ് അടിക്കണം. അപ്പോ സ്റ്റീവ് ചോദിക്കുകയാണ്, അച്ഛാ, എന്തിനാ പിൻഭാഗം പെയിന്റ് അടിക്കുന്നത്? ആ ഭാഗം കാട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയല്ലേ, അവിടെ ആരും നടക്കുന്നുമില്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ, പിന്നെ നമ്മൾ വെറുതെ എന്തിനാ സമയം പാഴാക്കുന്നത്? അപ്പോ ആ അച്ഛൻ മകന് കൊടുത്ത മറുപടിയാണ് നമ്മൾ കേൾക്കേണ്ടത്. ശരിയാണ്, മറ്റാരും അത് കാണില്ലായിരിക്കും, പക്ഷേ നമ്മൾ അത് കാണുമല്ലോ. നമ്മൾ ചെയ്യുന്ന പണിയിൽ നമുക്ക് അഭിമാനം തോന്നണമെങ്കിൽ ആരും കാണാത്ത ഭാഗം പോലും ഭംഗിയുള്ളതായിരിക്കണം. ഈ പാഠം സ്റ്റീവ് ജോബ്സിന്റെ മനസ്സിൽ ഒരു ആണിയടിച്ചതുപോലെ പതിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആപ്പിളിന്റെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ എഞ്ചിനീയർമാരോട് ഒരു കാര്യം നിർബന്ധം പിടിച്ചു പറഞ്ഞിരുന്നു. കമ്പ്യൂട്ടറിന്റെ ഉള്ളിലെ സർക്യൂട്ട് ബോർഡുകൾ കാണാൻ അതീവ ഭംഗിയുള്ളതായിരിക്കണം. എഞ്ചിനീയർമാർ എതിർത്തു. സ്റ്റീവ്, ഇത് കമ്പ്യൂട്ടറിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, ആരും അത് തുറന്നു നോക്കാനൊന്നും പോണില്ലല്ലോ, പിന്നെ എന്തിനാണ് അത് അത്ര ഭംഗിയായിരിക്കണമെന്ന് വാശി പിടിക്കുന്നത്? സ്റ്റീവ് പറഞ്ഞു, ആരും അത് കാണില്ലായിരിക്കും, പക്ഷേ എനിക്കറിയാം അത് അവിടെ ഉണ്ടെന്ന്. ഒരു ആശാരി മനോഹരമായ ഒരു അലമാര ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിൻഭാഗം ചുവരോട് ചേർന്നിരിക്കും. അത് വിചാരിച്ചിട്ട് അവിടെ ആരും മോശം തടി ഉപയോഗിക്കാറില്ലല്ലോ. ആരും കാണാത്ത ഇടത്തും ക്വാളിറ്റി കാത്തു സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ കരവിരുത്. ആരെയും സന്തോഷിപ്പിക്കാനല്ല, പ്രശംസ നേടാനല്ല, സ്വയം തൃപ്തിക്കായി, ആത്മസംതൃപ്തിക്കായി ജോലിയിലെ നിലവാരമാണ് യഥാർത്ഥ മികവ്. കണ്ണുകളില്ലെങ്കിലും അന്തർദൃഷ്ടിയുണ്ട്. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ പോലും ശരികൾ ചെയ്യുക, ചെറിയ കാര്യങ്ങളിലും സത്യസന്ധത പാലിക്കുക, ചെയ്യുന്ന ഓരോ കാര്യത്തിലും ക്വാളിറ്റിക്ക് ഒരു അധിക മിനിറ്റ് നൽകുക. അത് പുറത്ത് കാണിക്കേണ്ട, നിങ്ങൾക്കായിട്ട് മാത്രം. കാരണം ലോകം കാണുന്നത് വിജയമാണ്, നിങ്ങളായിത്തീരുന്നത് തീരുമാനങ്ങളാണ്, ശീലങ്ങളാണ്, ക്യാരക്ടറാണ്.